ചക്രവാണി എവിടെ അമ്മച്ചേ അതെ ബേബി സാർ മരുന്നൊക്കെ കഴിച്ച് യങ്ങായിട്ട് വന്നിട്ടുണ്ട്. യങ്ങായിട്ട് വരുന്ന ബേബി സാറിനെ വെൽക്കം ചെയ്യാൻ ഡാൻസറെ അറേഞ്ച് ചെയ്ത് നിർത്തിയേക്കാ നമ്മുടെ സ്റ്റാൻഡ് കോച്ച്. പക്ഷെ പുള്ളിക്ക് ഒരു ചെറിയൊരു നാണമുണ്ട്, യങ്ങായതിന്റെ ഒരു നാണം. അത് നാണിക്കേണ്ട കാര്യമില്ലല്ലോ, വന്നാ പോരെ. അല്ല അങ്ങനെയാണല്ലോ നമുക്കങ്ങനെ ഒരു. അല്ല പണ്ടേ നാണമാനില്ലാത്ത അവൻ എന്ത് നാണം. ഞാൻ വിളിക്കാം ബേബി ചായ വരൂല, അമ്മ വിളിച്ചാലേ വരുവുള്ളൂ പറഞ്ഞ് വാശി പിടിച്ചേക്ക്. അവൻ കുറ്റം കേട്ടവനായിരുന്നെങ്കിൽ എന്നോട് സ്നേഹം ഉണ്ടാവും. പോനെ ബേബി വാടാ. ഇറങ്ങി വந்தாச்சு கடல்ல கொந்தளிக்கும் சுனாமியே உண்டாச்சு பட்டன்னு பார்த்தாலே பல்ஸ் தும்பாடி கொட்டுபா மீனெல்லாம் கூத்தாடுமே இரவ கலராக்கும் ஜலேபி லேடி சால்ட்டும் நான் தொட்டா ஸ்வீட் ஆகுமே ഹലോ ആരാ? നീ ഏതാടി പോയടി എന്റെ വീട്ടിൽ ബേബി ചായ ചേച്ചി. മോനെ ബേബി ഇതാരാണത് ചേച്ചി? ഇത് അമൃത അമൃത അമൃത. എനിക്ക് ഡോറ മതി. ഡോറയോ? ആയിരിക്കണാരാണ് അത് വിശാരടി. എനിക്ക് ബുജു ബുജു മതി. പൂജി മതി. എന്നെ മനസ്സിലായോ? ഇപ്പുറത്തിരിക്കണത് എന്നെ മനസ്സിലായോ? ആരാ? കുറുനരി. വഴി കാണിക്കണ കുറുനരി. ചക്രവാണി ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. അവിടെ വൈദ്യര് മരുന്ന് കൊടുത്തു പ്രായം കുറയ്ക്കാനുള്ള. അപ്പൊ 7 ദിവസം 3 നേരം കഴിക്കേണ്ട മരുന്നാണ്. പെട്ടെന്ന് പ്രായം കുറയ്ക്കാനുള്ള ആക്രാന്തം കൊണ്ട് 3 ദിവസം 7 നേരം കൊണ്ട് കഴിച്ചു. മോട്ടർ കടന്നുപോയി. ഇപ്പൊ വൈദ്യര് 3-ാം ദിവസം കണ്ടതുകൊണ്ട് ഈ പ്രായത്തിൽ നമുക്ക് തിരിച്ചു കിട്ടി. എന്റെ കർത്താവേ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? 40-40 വർഷം കൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഈ സാധനത്തിനെ ഞാൻ ഇനി ഒന്നേന്ന് പോലെ റീസ്റ്റാർട്ട് ചെയ്യണമല്ലോ. എന്റെ ഭഗവാനേ, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ കൊച്ചു വരുമ്പോ ഓരോക്കത്ത് ഇതിനെയും മറ്റൊക്കത്ത് ഇതിന്റെ അച്ഛനെ എടുത്ത് വെച്ചോണ്ട് ഞാൻ നടക്കേണ്ടി വരുമോ? അതെ, വൈദ്യര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൈദ്യര് വന്ന് മറുമരുന്ന് കൊടുത്താൽ ചിലപ്പോ പഴയ രീതിയിലായി കിട്ടും. ചേച്ചി എനിക്ക് സാറ്റ് കളിക്കണം. അയ്യോ, സാറ്റ് കളിക്കാൻ ഇവിടെ സ്ഥലമില്ല, അതാണ്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തീവണ്ടി കളിക്കാം. അല്ല ഇവിടെ പരിപാടി നടക്കണേ. അല്ലെങ്കിൽ വയലന്റ് ആവും. അല്ല ഇത് അപ്പൊ അത് കരയണ്ട കരയണ്ട. അയ്യോ സൂക്ഷിച്ച് കളിക്കണോട്ടാ. അമ്മച്ചി ഇതിങ്ങനെ പിടിച്ചാ തീവണ്ടിയുടെ സൗണ്ട് തീവണ്ടിയുടെ സൗണ്ട് ട്രെയിനിന്റെ സൗണ്ട് ഇടാൻ. അയ്യോ, നിനക്ക് മാത്രം എന്താ തീവണ്ടി മതി. എത്തി എത്തി എത്ര നേരം സഹിക്കേണ്ടി വരും? ദൈവമേ, ഇച്ചിരി നേരം ചെയ്തപ്പോ തന്നെ വിഷമിച്ചില്ലേ? ഈ ട്രെയിൻ ഓടിച്ചാ ഞാൻ ഇതിനെ പൂനെന്ന് ഇവിടം വരെ കൊണ്ടുപോകുന്നത്. ഭഗവാനെ, ഇവിടെ പരിപാടിയൊക്കെ നടക്കുമല്ലോ. നമുക്ക് ചേട്ടന്മാരുടെ അടുത്തിരുന്ന് ഈ പരിപാടി കണ്ട് കുറച്ചേരം കൈയൊക്കെ അടിക്കാൻ പറ്റും. നല്ല പരിപാടിയാണ്. നല്ല പരിപാടി. അല്ലെങ്കിൽ ആ ചേട്ടൻ മുട്ടായിയൊക്കെ തരും നന്നായിട്ട് കൈയടിച്ച. അവിടെ പോയിരിക്കാവോ? ഞാൻ അകത്ത് കൊണ്ടേ കടിച്ച് ഉറക്കാം. അത് നല്ലതായിരിക്കും. ബേബി വാവാവോ ഫൺ ബേബി വാവാവോ ബേബി വാവാവോ ഫൺ ബേബി വാവാവോ. അതെ, അടുത്തതൊരു സ്റ്റാൻഡപ്പ് ഇട്ടോ. അധികം ഒച്ചയില്ലാത്ത സ്റ്റാൻഡപ്പ് മതി. ഉറങ്ങേ.